വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവരും നമ്മുടെ മുടീനെ നന്നായിട്ട് കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ആ കെയറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കെയറും കൂടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ നിന്ന് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു കെമിക്കൽസോ ഇല്ല. കാരണം ഇത് നമ്മളുടെ രണ്ട് കൈ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. ഇത് രാവിലെയും രാത്രിയും നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. കാരണം നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിന്ന് മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും ഈ ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെ ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മുടിയുടെ സീക്രട്ട് ടിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ബ്രഷൊക്കെ കഴിഞ്ഞ പാടും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം നമ്മൾ ആദ്യം കുറച്ച് ഒരു എണ്ണ, നമ്മൾ ഏത് എണ്ണയാണോ തേക്കുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ ഒരു തുള്ളിയേ വേണ്ടൂ. ആ തുള്ളി എടുത്ത് കയ്യിലിട്ടിച്ച് നന്നായി രണ്ട് കൈയിലും തിരുമ്മി നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് തന്നെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. ഇത് കണ്ടോ, പല്ലവി കണ്ടോ, ഞാൻ അമ്മയുടെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഒരു ഷോളൊക്കെ എടുത്ത് വന്ന് ഭയങ്കര കളിയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അമ്മ ചിലപ്പം ഇതുപോലെ മസാജ് ചെയ്യുന്ന സമയത്തൊക്കെ മുടി മുന്നിലോട്ടിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് മുടി കുറവാണ്, എന്നാലും അവൾ മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇടുന്ന പോലെയൊക്കെ ആക്കി അതൊക്കെ മസാജ് ചെയ്യുന്ന പോലെയൊക്കെ അത് നോക്കി ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ കുളിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ തോർത്ത് തലയിൽ കെട്ടുവെക്കില്ലേ, അതേപോലെ തന്നെ അവൾ ആ സമയം ഒരു തോർത്തെടുത്ത് വന്ന് തലയിൽ കെട്ടുവെക്കാനൊക്കെ നോക്കും. അപ്പോൾ ഫുള്ള് നമ്മളെ കണ്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇതിപ്പോൾ കാണുന്നത്. ഒരു ഷോൾ എടുത്ത് വന്ന് അവൾ കളിയാണ്. പിന്നെ അപ്പോൾ ഞാൻ ഇത് ബാക്കി പറഞ്ഞു തരാം. ഇതിൻ്റെ അകത്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. അപ്പോൾ ആ എണ്ണ നമ്മൾ കയ്യിൽ വെച്ച് ഉരച്ച് തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് വേണം തലയിലേക്ക് എണ്ണ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുടി രണ്ട് പാർട്ടീഷനാക്കി മാറ്റി രണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്കും ഇട്ട് മുന്നിലേക്ക് മുടി ഇടുക. ആ മുടി ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ മുടിയിലെ ജട ഫുള്ളായി കളയുക. എന്നിട്ട് മാത്രമേ നമ്മൾ ഒരു ചീപ്പിൻ്റെ സഹായത്തോടുകൂടി അടുത്ത സ്റ്റെപ്പ് തുടങ്ങാവൂ. കാരണം ചീപ്പ് എടുക്കുക എന്ന് വെച്ചാൽ പല്ലകലെയുള്ള ചീർപ്പ് മാത്രം എടുക്കണം. പല്ലകലില്ലാത്ത ചീർപ്പെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചീപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പല്ലകലുള്ള ചീപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി പൊട്ടുന്നത് പരമാവധി ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പകുതി തലയോട്ടി മുതൽ തുടങ്ങിയിട്ട് നമ്മൾ ഒരു പകുതി, മുടിയുടെ ഒരു പകുതി വരെ നമ്മൾ ചീപ്പ് കൊണ്ട് ചീകി നിർത്തി കഴിഞ്ഞ് എവിടെയാണോ നിർത്തിയത് ആ നിർത്തിയതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ അടുത്ത കൈകൊണ്ട് പിടിച്ചിട്ട് നമ്മൾ താഴോട്ടേക്ക് ചീകുക. ബാക്കിയുള്ള മുടി താഴോട്ടേക്ക് ചീകുക. അപ്പോൾ നമ്മളെ മുടി പൊട്ടുന്നത് കുറക്കാൻ വളരെ ഒരു ഉപകാരപ്രദമായ ഒരു ടിപ്പാണ്. അപ്പോൾ അതന്നെ രണ്ട് ഭാഗവും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പം നോർമലി നമ്മൾ എങ്ങനെയാണോ മുടി കെട്ടുന്നത് അതുപോലെ മുടി കെട്ടുക. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് അമ്മ രാവിലെയും രാത്രിയും ചെയ്യുന്ന ഇത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ രണ്ട് ഡ്രസ്സുകളിൽ നിങ്ങൾ കാണുന്നത്. ആദ്യം അമ്മ രാവിലെ ചെയ്യുന്നതാണ് ഞാൻ വീഡിയോ എടുത്തത്, രാത്രി ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതന്നെ ഈ പകലുള്ള സ്റ്റെപ്പ് തന്നെ രാത്രിയും ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരമാവധി, നമ്മുടെ മുടി കെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പരമാവധി കുറക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ രാത്രിയും എണ്ണ ആദ്യം എടുത്ത് തലയോട്ട് നന്നായി മസാജ് ചെയ്യുക, കൈകൊണ്ട് മുടിയുടെ ജട കളയുക. അത് കഴിഞ്ഞ് ചീപ്പെടുത്ത് പകുതി വരെ ചീകി, അത് കഴിഞ്ഞിട്ട് ആ ചീകി നിർത്തിയെടുക്കുന്ന അതിൻ്റെ മുകളിൽ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ചീപ്പ് കൊണ്ട് താഴോട്ടുള്ള ഭാഗങ്ങൾ ചീകുക.
എന്നിട്ട് നോർമൽ എങ്ങനെയാണോ മുടി കെട്ടുന്നതെന്ന് വെച്ചാൽ അതേപോലെ കെട്ടിക്കഴിഞ്ഞ് പകലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. രാത്രിയാവുമ്പോൾ നമ്മൾ മുടി മടഞ്ഞിട്ട് കെട്ടുക. മടഞ്ഞിട്ടാണ് നമ്മളെ ഭാഷയിൽ പറയുക. അത് ഞാൻ വേറെ പ്രദേശങ്ങളിൽ കേട്ടത് പിന്നിട്ട് കെട്ടുക എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ലൂസാക്കി മടഞ്ഞ് കെട്ടുക. മടഞ്ഞ് കെട്ടി അമ്മ ഇപ്പോൾ കെട്ടുന്നത് ലൂസാക്കി മടഞ്ഞ് കെട്ടിയിട്ട് നമ്മളെ താഴത്തെ ഭാഗം മടക്കി കെട്ടി അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. താഴെ ഭാഗം വരെ മടഞ്ഞ് അത് മടക്കി കെട്ടി നോർമൽ ഏത് ബാൻഡാണോ, റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡ് ബാൻഡ്, അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് മുടിക്ക് കെട്ടിവെക്കുക. അപ്പോൾ ലൂസായിട്ട് വേണം കെട്ടാൻ. അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ടൈറ്റാക്കി നമ്മൾ മുടി കെട്ടാൻ പാടില്ല. രാത്രിയാണ് മുടി വളരുക എന്ന് ഞാൻ പണ്ടേ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ലൂസാക്കി കെട്ടണം നമ്മൾ മുടി. അപ്പോൾ ഇങ്ങനെ ഇത് ദിവസവും നമ്മൾ രാവിലെയും രാത്രിയും ഒരു മരുന്ന് കഴിക്കുന്ന പോലെ നമ്മൾ ഈ പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ മുടി പൊട്ടുന്നതും മുടി കൊഴിച്ചലും നന്നായിട്ട് കുറക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ടിപ്പ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കൂടെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.